സോഷ്യൽ മീഡിയയിലൊക്കെ പ്രഭാഷണങ്ങളുടെ ഒരു അരങ്ങാണല്ലോ, അരങ്ങ് തകർക്കുകയാണ് പ്രഭാഷണങ്ങളുടെ. പക്ഷേ മാതൃകകളെ നമുക്കുണ്ടാക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്നെ തന്നെ വിമർശിച്ചുകൊണ്ട് പറയുന്നു, ഇസ്ലാമിക ജീവിത മാതൃകകളായിട്ട് നമുക്കാർക്കും സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും അത് ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രബോധനവും നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ പ്രഭാഷണങ്ങളും നമ്മുടെ സമ്മേളനങ്ങളും ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാനും ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു. ഞാൻ ആരെയും പ്രത്യേകമായിട്ട് കുറ്റപ്പെടുത്തുകയല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുകയാണ്. ഇഷ്ടമുള്ളവരങ്ങനെ പ്രശംസിച്ച് ആകാശത്ത് കുത്തുകൊണ്ടേ വെക്കും, ഇഷ്ടമില്ലാത്തതിനെ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് ചവിട്ടി താത്താൻ ശ്രമിക്കും. അതാണ് ഇപ്പം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രബോധനം എന്ന് പറഞ്ഞാൽ അതായി മാറിയിരിക്കുന്നു. ഇതിൽ നമ്മളെ തന്നെ തിരുത്തേണ്ടതുണ്ട്. നമ്മളോട് തന്നെ നമ്മൾ കാണിക്കുന്ന ഈ ആത്മവഞ്ചന, പ്രബോധനത്തിൻ്റെ മാർഗത്തിലുള്ള ആത്മവഞ്ചന, നമ്മളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമയങ്ങളും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ സമ്പത്തും പ്രബോധത്തിൻ്റെ പേരിലുള്ള ആത്മവഞ്ചനയിലേക്ക് നമ്മളിങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു തിരുത്താൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ അരങ്ങാടുന്നുണ്ടല്ലോ. ഒരു കാര്യം ഞാൻ നിങ്ങളെല്ലാവരും ഓർമ്മിക്കുവാൻ ശ്രമിക്കുകയാണ്. നമ്മളെല്ലാവരും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് എന്നുള്ളതാണ്. അത് നമ്മൾ മറന്നു പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തർക്കുമ്പോഴും സമ്മേളനങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുമ്പോഴും സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഉണ്ട്, അത് കേൾക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സമൂഹം നമ്മൾ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നുണ്ട്. നമ്മളത് മറന്നുപോവുകയാണ്. നമ്മളെല്ലാ ഓഡിറ്റിനും അതീതരാണെന്ന് ചിന്തിക്കുന്നു. പക്ഷെ സമൂഹം നമ്മെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്നുണ്ട്. ആ സമൂഹത്തെ ഒരിക്കലും തന്നെ നമുക്ക് അവരെ കബളിപ്പിക്കുവാൻ സാധിക്കുകയില്ല. നമ്മളത് തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ പോകുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ അത് അരോചകമായി തോന്നും. നമുക്ക് വിചാരിക്കും എല്ലാവർക്കും നമ്മളിങ്ങനെ അരങ്ങ് തകർക്കുമ്പോൾ എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്ന സമൂഹം പലപ്പോഴും അവർക്ക് ഇതൊക്കെ അരോചകമായിട്ടാണ് തോന്നുന്നത്. നമ്മളതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ഉത്ബോധനങ്ങളും നമ്മുടെ വാദങ്ങളും പ്രതിവാദങ്ങളും ഇതൊക്കെ സമൂഹത്തിന് അരോചകമായി തോന്നുന്നു. വാസ്തവത്തിൽ അങ്ങനെയല്ല വേണ്ടത്. സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മുടെ പ്രബോധനം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ വാദങ്ങൾ, നമ്മുടെ പ്രതിവാദങ്ങൾ സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം. അതിന് കാരണം അത് അപ്പോൾ സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംഭാഷണങ്ങൾ ഇതൊക്കെ സത്യസന്ധമാകുമ്പോഴാണ് സമൂഹത്തിനത് സ്വീകാര്യമാകുന്നത്. അതിന് വിപരീതമാകുമ്പോൾ സമൂഹത്തിനത് അരോചകമാകും. അത് നമ്മളോട് ചെയ്യുന്ന വഞ്ചനയാണ്, ആത്മവഞ്ചനയാണ്, സമൂഹത്തോട് ചെയ്യുന്ന വഞ്ചനയാണ്. അവർ വെട്ടിത്തുന്ന വഴികളിലൂടെ സഞ്ചരിച്ചാൽ മതി. ഇപ്പോഴത്തെ നമ്മൾ ഉൾക്കൊള്ളുന്ന തലമുറ നമുക്ക് നമ്മുടേതായ വേണ്ടി വേറെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിനെ കളയുമൊക്കെ വെട്ടിക്കൊണ്ട് അതിനെ ശുദ്ധമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക. പലരും അതിനെ മലീമസമാക്കുവാൻ ശ്രമിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് നമ്മുടെ പൂർവികർ വെട്ടിത്തെളിയിച്ചു തന്ന ശുദ്ധമായ വഴികളെ അവിടെ കിളയും കാടും പടർത്തുവാൻ ശ്രമിക്കുന്നവരുണ്ട്. നമ്മളതിനെ വൃത്തിയാക്കുക. ഇപ്പൊ നല്ല കാട് വിട്ടിന് മെഷീൻ ഉണ്ടല്ലോ, എന്തിനാ നമ്മൾ പേടിക്കണത്? എല്ലാ മഹലിലും മെഷീനുണ്ട് തോലെട്ടാനൊക്കെ. ആ മെഷീൻ ഉപയോഗിക്കണം. ആരും അടിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അത് സംസ്ഥയ്ക്ക് വേണ്ടിയുള്ള മെഷീനാണ്. അപ്പൊ സമൂഹത്തിന്റെ ഐക്യവും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനവും അതിനു വേണ്ടിയുള്ള ഉപദേശവും നിങ്ങൾ നൽകണം. ഭിന്നത എവിടെ ഉണ്ടാവുമോ അവിടെ നമ്മൾ പിറകോട്ട് പോകും. ഭിന്നിച്ചിടത്തൊന്നും വളർച്ച കൈവരിക്കുവാൻ സാധിച്ചിട്ടില്ല.
നമ്മുടെ യോജിപ്പിന്റെ പശ്ചാത്തലത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ നേട്ടങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാല് ഉലമാ അതൊരു സിം പോലെയാണ്. മൊബൈൽ സിം ഉണ്ടല്ലോ, സിം എന്ന് പറയുമ്പോൾ ആ സിമ്മിലാണ് ആശയവും അറിവുള്ളത്. എന്നാ സിം മാത്രം പോരല്ലോ, എത്ര സിം ഉണ്ടായാലും നമുക്ക് അത് പ്രവർത്തിപ്പിക്കുവാൻ മൊബൈൽ വേണം. ഉലമാക്കൾ സിമ്മാണെങ്കിൽ ഉമറാക്കൾ മൊബൈലാണ്. മൊബൈൽ മാത്രം ഉണ്ടായാലും പോരാ, ഏത് വലിയ മൊബൈലിനായാലും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇൻസേർട്ട് സിം എന്ന് കാണും, സിം ഇടാൻ പറയും. അവരും മൊബൈലും സിമ്മും പോലെയാണ് ഉലമാക്കളും ഉമറാക്കളും. അത് യോജിച്ച് തന്നെ പോകേണ്ടതുണ്ട്. സിമ്മിന്റെ വഴിയും മൊബൈലിന്റെ വഴിക്കും പോകാൻ പാടില്ല. അതൊക്കെ യോജിച്ച് ഒരേ മനസ്സോടെ പോകുമ്പോഴാണ് സമൂഹത്തിന് അറിവും ആശയങ്ങളും എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ ഭാഷകൾ ഉപയോഗിച്ചാൽ മതി. സുന്നത്ത് ജമാഅത്തിന്റെ വേദികളെ നിങ്ങൾ കുത്തുവാക്കുകൾക്കൊന്നും ഉപയോഗിക്കരുത്. അതിനുള്ള വേദിയല്ല സുന്നത്ത് ജമാഅത്തിന്റെ വേദി. സുന്നത്ത് ജമാഅത്തിന്റെ ഭാഷ ഉപയോഗിക്കുന്ന നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിൽ കുത്തുവാക്ക് ഉപയോഗിക്കരുത്, ദ്വയാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, ഒളിപ്പിച്ച് സംസാരിക്കരുത്. അതാണ് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത്. ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചാൽ പോവുക, അവരെന്തെങ്കിലും കാര്യമായിട്ട് സൽക്കരിക്കുമ്പോൾ നിങ്ങൾക്കത് ഭക്ഷിക്കുക. അല്ല, എനിക്കത് വേണം, എനിക്കിത് കുഴിമന്തിയേ പറ്റുള്ളൂ എന്ന് പറയണ്ട. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനമായിരിക്കും നമുക്ക് തരുന്നത്, നമ്മളത് തിന്നുക. പരസ്പരം വൈരാഗ്യത്തെ അല്ല നമ്മൾ വളർത്തേണ്ടത്, പരസ്പരം സ്നേഹത്തെയാണ്, കൂട്ടായ്മയാണ് നമ്മൾ വളർത്തി എടുക്കേണ്ടത്. ഹൃദയം വിശാലമാക്കണം, വിശാലമായിട്ടുള്ള ഹൃദയം. അവിടെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കുവാൻ നമുക്ക് കഴിയും. നല്ല വാക്കുകളിലൂടെ അതിനെ പ്രതികരിക്കുവാൻ നമുക്ക് കഴിയും. എല്ലാവരോടും സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ 2 ദിവസം മുമ്പ് തന്നെ ജിഫ്രി തങ്ങൾ പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടിയിരുന്ന് ഒന്ന് സംസാരിക്കണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ജിഫ്രി തങ്ങൾ വന്നു. ഒപ്പം നമ്മുടെ അമിത് പൈസയും മുക്കം പൈസയും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടന്നു. ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ നമ്മളോട് മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങൾക്കിപ്പോൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടാവും. കാരണം എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാനതൊക്കെ കേട്ടിരുന്നു. എന്ത് ഞാൻ പറഞ്ഞത്, നമ്മളോട് പറഞ്ഞാൽ പോരാ, ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത്. കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും എന്നോട് പറഞ്ഞതല്ല, പുറത്ത് വേദികളിലും പ്രസംഗത്തിലൂടെയൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത്. അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഞങ്ങൾ അവർ പത്രസമ്മേളനം നടത്തി. പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ ആ ഒരു അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ആ സംസാരത്തിൻ്റെ ഒരു അന്തസ്സത്തൊക്കെ മനസ്സിലാക്കണമല്ലോ. അത് മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്നു പറയേണ്ടതായിരുന്നു. പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നുണ്ടായത്. എന്നാൽ സംസാരം കേട്ടപ്പോൾ നമുക്ക് പറയണമല്ലോ, അതായത് എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ക്ലാരിറ്റി വേണം. പക്ഷെ അവരുടെ സംസാരത്തിൽ അത്തരമൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല.